ഖുർആനിലെ 114 സൂറത്തുകളിൽ 95-ാമത്തെ സൂറത്താണ് വത്തീനി വസ്സൈത്തൂൻ എന്ന സൂറത്ത്. 8 ആയത്തുകളാണ് ഈ സൂറത്തിലുള്ളത്. ഈ സൂറത്തിൽ 8 ആയത്തുകളാണുള്ളത്. തീൻ എന്നാണ് സൂറത്തിന്റെ പേര്. തീൻ എന്നാൽ അത്തിപ്പഴം എന്നാണ് അതിന്റെ അർത്ഥം. ഒരുപാട് മഹത്വമുള്ള സൂറത്താണ് ഈ സൂറത്തെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്ന് ശ്രദ്ധിക്കണം, ഈ സൂറത്ത് നിരന്തരം പാരായണം ചെയ്യുന്നവർക്ക് നല്ല ആഫിയത്ത്, ആരോഗ്യം അല്ലാഹു നൽകുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്ക് തന്ന ആരോഗ്യം നിലനിന്ന് കിട്ടണം. ഓരോ അവയവത്തിൻ്റെയും ആഫിയത്ത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ സൂറത്ത് ഒരാൾ ഓതിയാൽ അയാൾക്ക് അല്ലാഹു നൽകുന്ന വലിയ നേട്ടങ്ങളിലൊന്ന് നല്ല ആഫിയത്തുണ്ടാകും എന്നതാണ്. ഇമാം ബൈളാവി റളിയല്ലാഹു അൻഹു ഈ ആയത്തിന്റെ ഫളാഇൽ വിശദീകരിച്ച് ചില ഹദീസുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ. സഹോദരാ ശ്രദ്ധിക്കണേ, സഹോദരി ശ്രദ്ധിക്കണേ, മഹാനായ മുത്ത് റസൂല് പറയുന്നുണ്ട്, മൻ ഖറഅത്തീൻ അഅ്താഹുല്ലാഹുൽ ആഫിയ. മൻ ഖറഅ വത്തീനി വസ്സൈത്തൂൻ. ഒരാൾ വത്തീനി വസ്സൈത്തൂൻ എന്ന സൂറത്ത് ഓതിക്കഴിഞ്ഞാൽ അഅ്താഹുല്ലാഹുൽ ആഫിയ, ഒരു ഗുണം അല്ലാഹു അയാൾക്ക് നല്ല ആഫിയത്ത് നൽകും. പടച്ചോൻ തൗഫീഖ് തരട്ടെ. കാര്യങ്ങളിൽ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് ആഫിയത്ത്. നിങ്ങൾ അല്ലാഹുവിനോട് കാര്യമായും ചോദിക്കേണ്ട ഒരു സംഗതിയും ആഫിയത്താണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആരോഗ്യമില്ലെങ്കിൽ കഴിഞ്ഞു കഥ. ആരോഗ്യത്തിന്റെ നിലയും വലിയ ശരിക്കും മനസ്സിലാണെങ്കിൽ ഒന്നിനും കഴിയാതെ 4 ദിവസം കിടന്നാൽ മതി. പടച്ചോനെ അല്ലാഹു നമ്മളെ കാക്കട്ടെ. നമ്മൾ ഉഷാറായിട്ട് ഓടിച്ചാടി നടക്കുന്നുണ്ട്. ഈ നടക്കാനുള്ള കഴിവൊന്നും ഇല്ലാതെയാകുമ്പോഴാണ് അതിൻ്റെ ഒരു വില നമുക്ക് മനസ്സിലാവുക. ഒന്നും വേണ്ട, എന്തെങ്കിലും ഒരു വേദന അനുഭവിച്ച് ഈ കൈ സ്വയം പൊക്കാൻ കഴിയാത്തൊരവസ്ഥ വരുമ്പോൾ അപ്പോഴാണ് ഇതിൻ്റെ ഒരു നിലയും വലിയും നമുക്ക്. നമ്മൾ റാഹത്തായിട്ട് ഭക്ഷണം കഴിക്കുന്നു, ആ ഭക്ഷണം വിളമ്പി കറി ഒഴിച്ച് കൂട്ടാനൊക്കെ കൂട്ടി നന്നായി അത് ഉരുട്ടിക്കുഴച്ച് കഴിക്കുന്നു. ഇതിനുള്ള ഒരു കഴിവ് നമുക്കില്ലാതെയാകുമ്പോഴാണ് പടച്ചോനെ ഇതൊക്കെ ഒരു വലിയ സംഗതി തന്നെയായിരുന്നു എന്ന് നമുക്ക് ബോധ്യപ്പെടുക. കയ്യൊക്കെ ഒന്ന് പൊങ്ങാതിരുന്ന് നോക്കണ്ടേ. ഏതെങ്കിലും ഒരു അവയവത്തിന് എന്തെങ്കിലും ഒരു കോട്ടം പറ്റിയാൽ മതി, അത് നമ്മളെ ശരീരത്തെ ആസകലം ബാധിക്കും, അത് നമ്മുടെ പ്രവർത്തനങ്ങളെ ആസകലം ബാധിക്കും. അല്ലാഹു മരണം വരെ നമുക്ക് ആഫിയത്ത് നിലനിർത്തി തരട്ടെ. ഹബീബായ നബിയോട് സഹാബികളിൽ ഒരാൾ വന്നിട്ട് ചോദിച്ചു, നബിയേ, ഇലാഹായ റബ്ബിനോട് ഞാൻ ചോദിക്കേണ്ടത് എന്താണ് നബിയേ? ഉടനെ ഫഖാലൻ നബിയോ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ നബി തങ്ങൾ ആ സഹാബിയോട് പറയുന്നുണ്ട്, ഇലാഹായ റബ്ബിനോട് സലുൽ ആഫിയ. നീ എന്ത് ചോദിക്ക്? ആഫിയത്ത് ചോദിക്ക്, ആരോഗ്യം ചോദിക്ക്. ആരോഗ്യമില്ലെങ്കിൽ കഴിഞ്ഞു മനുഷ്യന്റെ കഥ. അല്ലാഹുവേ, ഞങ്ങൾക്ക് ഈ ആഫിയത്ത് നീ നിലനിർത്തി തരണമേ റബ്ബേ. ഈ ആഫിയത്ത് ഖൈറായ നിലയിൽ ഞങ്ങളിൽ ഓരോരുത്തർക്കും നീ നിലനിർത്തി തരണമേ റബ്ബേ. എപ്പോഴും നമ്മൾ ചിന്തിക്കണം, നല്ല ആരോഗ്യമുള്ള മുഅ്മിനാണ് ആരോഗ്യമില്ലാത്ത മുഅ്മിനിനേക്കാൾ അല്ലാഹുവിന് ഇഷ്ടമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്ന് പറഞ്ഞാൽ നമ്മുടെ അശ്രദ്ധ കൊണ്ട് നമ്മുടെ ആരോഗ്യം നഷ്ടപ്പെടാൻ പാടില്ല. നമ്മുടെ അശ്രദ്ധകൾ കൊണ്ട്, അത് ഭക്ഷണത്തിന്റെ വിഷയത്തിലാണെങ്കിലും വ്യായാമത്തിന്റെ വിഷയത്തിലാണെങ്കിലും മറ്റുള്ള പ്രവർത്തനങ്ങളുടെ കാരണങ്ങൾ കൊണ്ടാണെങ്കിലും നമ്മളുടെ അശ്രദ്ധ കൊണ്ട് നമ്മളുടെ ആരോഗ്യം നഷ്ടപ്പെട്ടാൽ അതിനുത്തരവാദി ആരായിരിക്കും? നമ്മളായിരിക്കും. ചില ആളുകളെ കുറിച്ചൊക്കെ നമ്മൾ പറയും, ഭയങ്കര അധ്വാനാണ്, ശരീരമൊന്നും നോക്കൂല, ശരീരം ഒന്നൊരു വിഷയമല്ല, ഭയങ്കര അധ്വാനാണ് എന്ന് പറയും. അങ്ങനെ ശരീരം വിഷയമാക്കാതെ തടിയെ നോക്കാതെ അധ്വാനിക്കാൻ പറ്റുമോ?
അത് പറ്റൂല. അൽ മുഅ്മിനുൽ ഖവിയ്യു ഖൈറും മിനൽ മുഅ്മിനിൽ ലഈഫ്. ദുർബലനായ മുഅ്മിനിനേക്കാൾ ഇലാഹായ റബ്ബിന്റെ അടുക്കൽ ഖൈറ് അൽ മുഅ്മിനുൽ ഖവിയ്യു, ആരോഗ്യമുള്ള മുഅ്മിനാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. രോഗം അല്ലാഹു തരുന്നതല്ലേ, അത് അള്ളാഹിന്റെ പരീക്ഷണല്ലേ. അള്ളാഹു ഇഷ്ടമുള്ളവർക്ക് അള്ളാഹു രോഗം കൊടുക്കുന്നില്ലേ, അതൊക്കെ ശരിയാണ്. പക്ഷെ നമ്മളുടെ അശ്രദ്ധ കൊണ്ട് അങ്ങനെ രോഗിയാവാൻ അവിടെ വിഷയം, അവിടെയാണ് വിഷയം. നമ്മൾ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ഒരു ശ്രദ്ധയില്ല. ഏതൊക്കെ ഭക്ഷണം ഏതൊക്കെ സമയത്ത് എങ്ങനെയൊക്കെയാണ് കഴിക്കേണ്ടത്, അതിനൊക്കെ കൃത്യമായ നിയമങ്ങളും നിബന്ധനകളുമുണ്ട്. ഒന്നിച്ച് കഴിക്കാൻ പാടില്ലാത്ത ഭക്ഷണങ്ങളുണ്ട്. അപ്പോൾ ഇതൊന്നും ശ്രദ്ധിക്കാതെ, യാതൊരു ശ്രദ്ധയുമില്ലാതെ നമ്മൾ രോഗിയായാൽ അതിനുത്തരവാദി ആര് തന്നെയായിരിക്കും? നമ്മൾ തന്നെയായിരിക്കും. അപ്പോൾ ആഫിയത്ത് പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ടാണ് ആ സഹാബിയോട് ഹബീബായ നബി തങ്ങൾ പറഞ്ഞത്, സലുൽ ആഫിയ, നിങ്ങൾ അല്ലാഹുവിനോട് ആഫിയത്ത് ചോദിക്കണേ. നമ്മളെ കുനൂത്തിൽ തന്നെ ഹിദായത്ത് ചോദിച്ച ഉടനെ പിന്നെ ചോദിക്കുന്ന കാര്യം എന്താ? ഹിദായത്ത് കഴിഞ്ഞാൽ അല്ലാഹുമ്മ ഹ്ദിനി ഫീമൻ ഹദൈത്, ഒന്നാമതായി ഹിദായത്ത് ചോദിച്ചു. അതില്ലെങ്കിൽ പിന്നെ കഴിഞ്ഞു കഥ. അള്ളാഹു കാക്കട്ടെ. അള്ളാഹു നമുക്ക് ഈ ഹിദായത്ത് നിലനിർത്തി തരട്ടെ. അള്ളാഹു ഹിദായത്ത് നൽകിയവരിലേക്ക് നമ്മളെ ചേർത്ത് തരട്ടെ. ആ ഹിദായത്തോടുകൂടെ മരിക്കുന്നവരിലും അള്ളാഹു നമ്മളെ പെടുത്തി തരട്ടെ. അതില്ലെങ്കിൽ പിന്നെ എന്താ ആഫിയത്ത് ഉണ്ടായിട്ടും ഒരു കാര്യമില്ല. ഒന്നാമത്തെ കാര്യം ഹിദായത്താണ്. പിന്നെ ചോദിക്കുന്നത് ഇതാണ്, വഅഫിനി ഫീമൻ ആഫൈത്, അല്ലാഹുവേ ആഫിയത്തുള്ളവരിൽ എന്നെ ഉൾപ്പെടുത്തണമേ, എനിക്ക് നീ ആഫിയത്ത് നൽകണമേ അല്ലാഹ്. അല്ലാഹു മരണം വരെ നല്ല ആഫിയത്ത് നമുക്ക് തരട്ടെ. നമ്മുടെ കാര്യങ്ങളൊക്കെ മരണം വരെ മറ്റൊരാളെ ആശ്രയിക്കാതെ നമുക്ക് തന്നെ ചെയ്യാനുള്ള തൗഫീക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നൽകട്ടെ. ഇത്ര മനുഷ്യന്മാരുണ്ടായിരുന്നൊന്നും കഴിയാത്തവര്, പറ്റ കിടപ്പിലായി പോയവര്, ഇനി കിടപ്പിലല്ലെങ്കിലും നേരാവണ്ണം ഒന്ന് സുജൂദ് ചെയ്യാൻ കഴിയാത്ത പല ആളുകളും ഇപ്പൊ നിങ്ങൾ കണ്ടിട്ടില്ലേ? ചില പള്ളിയിലൊക്കെ കയറി നോക്കിയാൽ നിറയെ കസാരകളേക്കാരം. പള്ളിയിൽ 3, 4, 5, 10 സ്റ്റൂളുകള്, കസേരകള്. എന്തേ വിഷയം? മനുഷ്യന്മാർക്ക് മര്യാദയ്ക്ക് മുട്ടുംകാലം നിലത്ത് കുത്തി സുജൂദ് ചെയ്യാൻ കഴിയുന്നില്ല. അങ്ങനെയുള്ള ആളുകൾ വർദ്ധിച്ചു വരികയാണ്. പഴയ കാലത്തേക്കാൾ ഇന്ന് എത്രയോ ആളുകൾ ഇത് കൂടിക്കൂടി വരികയാണ്. നടക്കാനൊക്കെ കഴിയുമെങ്കിലും മുട്ട് ശരിക്കും വളയൂല. അതുകൊണ്ട് തന്നെ സുജൂദിലേക്ക് പോകാൻ കഴിയൂല. എന്താ ചെയ്യുക? അള്ളാഹു ശിഫാ കൊടുക്കട്ടെ, അള്ളാഹു ഷിഫ കൊടുക്കട്ടെ. ഞാൻ രോഗിയെ സന്ദർശിച്ചപ്പോൾ എന്നോടൊരിക്കൽ പറഞ്ഞു, ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ആഗ്രഹം എന്താന്ന് വെച്ചാൽ മരിക്കുന്നതിന് മുമ്പ് ഈ നെറ്റിയും മുട്ടുംകാലും നിലത്ത് വെച്ചിട്ട് മര്യാദക്കൊന്ന് സുജൂദ് ചെയ്യണം. അതാണ് ഏറ്റവും വലിയൊരു ആഗ്രഹം. എന്നിട്ട് പറഞ്ഞു, നല്ലോണം സുജൂദ് ചെയ്യാൻ കഴിഞ്ഞൊരു കാലൊക്കെ ഉണ്ടായിരുന്നു, അന്നൊന്നും അങ്ങനെ ആസ്വദിച്ച് സുജൂദ് ചെയ്തില്ല. സുജൂദിന് ഭയങ്കര ആസ്വാദനമുണ്ട്. നിങ്ങൾ ഈ ഒറ്റക്കൊക്കെ ഉള്ള സമയത്ത് സുജൂദിൽ കുറേ നേരം ഇങ്ങനെ കിടന്നു നോക്കൂ. അർത്ഥം അറിയുന്ന തസ്ബീഹുകളൊക്കെ ചൊല്ലി, വെറും സുബ്ഹാന റബ്ബിയൽ അഅ്ലാ വബിഹംദിഹി എന്ന് മാത്രമൊന്നുമില്ല, ഏത് തസ്ബീഹും എവിടെ ചെല്ലാം. സുബ്ഹാനദിൽ മുൽക്കി വൽ മലകൂത്ത്, സുബ്ഹാനദിൽ മുൽക്കി വൽ മലകൂത്ത്, സുബ്ഹാനദിൽ മുൽക്കി വൽ മലകൂത്ത്. ഹബീബായ നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഒന്നാം ആകാശത്തിലുള്ള മാലാഖമാര് സുജൂദിലാണ്. അവർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, സുബ്ഹാനദിൽ മുൽക്കി വൽ മലകൂത്ത്. രണ്ടാം ആകാശത്തുള്ള മാലാഖമാര് സുജൂദിലാണ്. അവര് പറഞ്ഞുകൊണ്ടിരിക്കുന്നു, സുബ്ഹാനദിൽ ഇസ്സത്തി വൽ ജബറൂത്ത്, സുബ്ഹാനദിൽ ഇസ്സത്തി വൽ ജബറൂത്ത്, സുബ്ഹാനദിൽ ഇസ്സത്തി വൽ ജബറൂത്ത്. മൂന്നാം ആകാശത്തുള്ള മാലാഖമാർ സുജൂദിൽ കിടന്ന് പറയുന്നത്, സുബ്ഹാനൽ ഹയ്യില്ലദീ ലാ യമൂത്ത്, സുബ്ഹാനൽ ഹയ്യില്ലദീ ലാ യമൂത്ത്, സുബ്ഹാനൽ ഹയ്യില്ലദീ ലാ യമൂത്ത്.
കുറേ നേരം സുജൂദിൽ അങ്ങനെ കിടന്നിട്ട് നല്ലോണം തസ്ബീഹുകൾ വർദ്ധിപ്പിക്കുക. അറിയുന്ന ദുആകളുണ്ടല്ലോ അറബിയിൽ, റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ ഉൾപ്പെടെയുള്ള സാധാരണ നമുക്കറിയുന്ന ദുആ വർദ്ധിപ്പിക്കുക. അഖ്റബു മാ യകൂനുൽ അബ്ദു മിർ റബ്ബിഹി വഹുവ സാജിദ്. ഏതൊരടിമയും ഇലാഹായ റബ്ബിനോട് ഏറ്റവും അടുക്കുന്ന ഘട്ടമേതാണ്? അതാ അടിമ സുജൂദിൽ കിടക്കുമ്പോഴാണ്. അതുകൊണ്ട് ഫാക്സിറൂ ഫീഹി മിനദ്ദുആ, പരമാവധി ആ സുജൂദിൽ നിങ്ങൾ ദുആ വർദ്ധിപ്പിച്ചോളൂ. റബ്ബിനോട് ഏറ്റവും അടുത്ത ഘട്ടമാണതെന്ന് മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു സുജൂദൊക്കെ വർദ്ധിപ്പിക്കുന്നവരിൽ നമ്മൾ പെടുത്തി തരട്ടെ. സുജൂദ് ദീർഘിപ്പിക്കുന്നവരിലും അള്ളാഹു പെടുത്തി തരട്ടെ. ഒറ്റക്കൊക്കെ നിസ്കരിക്കുമ്പോൾ, പ്രത്യേകിച്ച് സുന്നത്ത് നിസ്കാരങ്ങളിലൊക്കെ അങ്ങനെ ഇടക്കൊക്കെ സുജൂദ് ഒന്ന് ദീർഘിപ്പിക്കുന്നത് നല്ലതാണ്. അത് അള്ളാഹുവുമായി നല്ല ഒരു അടുപ്പുണ്ടാവാൻ കാരണമാവും. പക്ഷെ ഈ രോഗി എന്നോട് പറഞ്ഞൊരു സംഗതി, അങ്ങനെ സുജൂദൊക്കെ നല്ലോണം ചെയ്യാൻ കഴിഞ്ഞ അന്ന് അതിനെക്കുറിച്ച് അങ്ങനെ ഒരു ധാരണയൊന്നും ഉണ്ടായിരുന്നില്ല. ഏറ്റവും വലിയൊരു പൂതിയാണ് പഠിച്ചവനെ നെറ്റി നിലത്ത് വെച്ച് കാൽമുട്ടുകളും നിലത്ത് വെച്ചിട്ടൊന്ന് എന്ത് ചെയ്യണം, സുജൂദ് ചെയ്യണം, എന്നിട്ട് മരിച്ചാൽ മതിയേനീ. എൻ്റെ നാട്ടിലുള്ള കമ്പളക്കാടുള്ള ഒരു സഹോദരി പറഞ്ഞതാണ്. അള്ളാഹു ആഫിയത്തുള്ള സമയത്ത് അതൊക്കെ ഉപയോഗപ്പെടുത്താൻ അള്ളാഹു തൗഫീക്ക് തരട്ടെ. ഏതായാലും ആഫിയത്ത് നിലനിന്ന് കിട്ടാൻ ഏറ്റവും നല്ല സൂറത്താണ് ഏത്? റേഞ്ച് വിട്ടോ? ഏത്? മൻ എന്ന സൂറത്ത് ഒരാൾ ഓതിയാൽ അവന് അല്ലാഹു ആഫിയത്ത് നൽകുന്നതാണ്. എപ്പോഴെങ്കിലും ഓതിയാൽ മതിയോ? അത് പതിവാവണം. സൂറത്തുകളുടെ ഒരു ഗുണം റസൂലുള്ള പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ദായിമാക്കുന്നവർക്ക് കിട്ടുള്ളൂ. എപ്പോഴെങ്കിലും ഒത്തീനി ഓതിയിട്ട് എനിക്ക് ആഫിയത്ത് കിട്ടിയിട്ടില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് കാര്യമല്ല. ഒന്ന് ഓതി, മനസ്സറിഞ്ഞോ ഒന്ന് ഓതി. അള്ളാഹു ഈ സൂറത്തിന്റെ ബർക്കത്തുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ആഫിയത്ത് തരട്ടെ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഓതി. വത്തീനി വസ്സൈതൂൻ وطور سينين وهذا البلد الأمين ثم رددناه أسفل سافلين إلا الذين آمنوا وعملوا الصالحات فلهم أجر غير ممنون فما يكذبك بعد بالدين. അല്ലാഹുവേ, ഈ സൂറത്ത് ഓതുന്നവർക്ക് ആഫിയത്ത് കൊടുക്കാമെന്ന് അള്ളാഹു ഏറ്റതാണെന്ന് മുത്ത് റസൂൽ ഞങ്ങളെ പഠിപ്പിച്ചതാണ്. ഞങ്ങൾ നിന്നോട് തേടുകയാണ്, ഈ സൂറത്തിന്റെ ബർക്കത്തുകൊണ്ട് ഞങ്ങൾക്ക് ആഫിയത്ത് തരണേ റബ്ബേ, ആഫിയത്ത് നൽകണേ റബ്ബേ. കാൽമുട്ട് വേദന കൊണ്ട് പ്രയാസപ്പെടുന്നവർ ഈ കൂട്ടത്തിലുണ്ട് പടച്ചോനെ. ഷുഗർ കൂടിയിട്ട് ഇടങ്ങാറാകുന്നവർ ഈ കൂട്ടത്തിലുണ്ട് റബ്ബേ. വയറ് സംബന്ധമായ അസ്വസ്ഥതകൾ നിരന്തരം വേട്ടയാടുന്നവർ ഈ കൂട്ടത്തിലുണ്ട് റബ്ബേ. പല ജാതി രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് റബ്ബേ. ഈ സൂറത്തിന്റെ ബറക്കത്ത് കൊണ്ട് കാമിലായ ശിഫാ നൽകണേ അല്ലാ, കാമിലായ ശിഫാ നൽകണേ അല്ലാ, കാമിലായ ശിഫാ നൽകണേ അല്ലാ. അപ്പോൾ സൂറത്തിന്റെ ഒരു നേട്ടം